എല്ലാവർക്കും നമസ്കാരം. BCC സ്കിൽ സ്റ്റോറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോം ടാബിൽ പാരഗ്രാഫിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? നമ്മൾ പാരഗ്രാഫിൽ നമ്മൾ ഏകദേശം ഷെയ്ഡിങ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു പാരഗ്രാഫിന് നമുക്ക് ബോർഡേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ പാരഗ്രാഫിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബോർഡർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള ബോർഡേഴ്സ് കൊടുക്കാൻ പറ്റും. നമുക്ക് ബോട്ടം ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫിൻ്റെ, നമ്മൾ സെലക്ട് ചെയ്ത പാരഗ്രാഫിൻ്റെ താഴെ ഭാഗത്തൊരു ബോർഡർ നമുക്ക് കാണാം. ടോപ്പ് ബോർഡർ എന്ന് പറയുകയാണെങ്കിൽ സെലക്ട് ചെയ്ത പാരഗ്രാഫിൻ്റെ ടോപ്പിലായിരിക്കും ബോർഡർ വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ബോർഡർ കൊടുക്കാൻ സാധിക്കും. ഈ ബോർഡർ വേണ്ടെങ്കിലോ നോ ബോർഡർ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ പാരഗ്രാഫിൻ്റെ, നമ്മൾ സെലക്ട് ചെയ്ത പാരഗ്രാഫിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്ക് ബോർഡർ വരണമെങ്കിൽ നമ്മൾ ഓൾ ബോർഡേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കൂ, നമ്മുടെ പാരഗ്രാഫിൻ്റെ അറൗണ്ട് നമുക്ക് ബോർഡർ ലഭ്യമാവും. ഈ ബോർഡർ വേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, നോ ബോർഡർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ബോർഡർ വേണമെങ്കിലും നമുക്ക് അവിടുന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ബോർഡേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോടൊരു കാര്യം തുടക്കത്തിൽ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്. അതായത് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾക്കറിയാം, ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസുകൾ വരുന്നതാണ് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പാരഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ടൈപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് പാരഗ്രാഫായിട്ടാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എൻ്റർ കീ എവിടെ പ്രസ് ചെയ്യുന്നോ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പാരഗ്രാഫായിട്ടാണ് മൈക്രോസോഫ്റ്റ് വേർഡ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ശരിക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ 3 പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത്, നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ, എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് പാരഗ്രാഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾക്ക് പാരഗ്രാഫ് സെക്ഷനിൽ നമ്മൾ പറയുന്ന ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റുകളെ നമുക്കൊരു ബുള്ളറ്റഡ് ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ബുള്ളറ്റ്സ്, ഒരു സിമ്പിൾ നമുക്ക് കൊടുത്തുകൊണ്ട് ഒരു ലിസ്റ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കൂ, നമ്മളിവിടെ നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാം. കേരളം, ഓക്കെ, അതുപോലെ തമിഴ്നാട്, അതുപോലെ കർണാടക. ഇങ്ങനെ നമ്മൾ 3 സംസ്ഥാനങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 3 സംസ്ഥാനങ്ങളിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന്, അതായത് നമ്മളിവിടെയൊക്കെ എൻ്റർ അടിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒരു പാരഗ്രാഫായിട്ടാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് ഓരോ പാരഗ്രാഫിൻ്റെയും ഫ്രണ്ടിൽ നമുക്ക് എന്തുണ്ടാവും? ഇതുപോലെ ഒരു സിമ്പിളിനെ നമുക്ക് വരുത്താം. ഈ സിമ്പിളിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള സിമ്പിൾസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിൽ ഏത് സിമ്പിളാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാം. ഓക്കെ, ഏത് സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ ഈ സിമ്പിൾസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ ഡിഫൈൻ ന്യൂ ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലിസ്റ്റിലുള്ള സിമ്പിൾ അല്ലാതെ കൂടുതൽ സിമ്പിളുകൾ നമുക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ന്യൂ ബുള്ളറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നോക്കുക, നമുക്കിവിടെ ബുള്ളറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നിടത്ത് നമുക്ക് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല സിമ്പിളുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ബുള്ളറ്റ്സിലേക്ക്. ഇവിടെ ഈ സിമ്പിളൊന്നും നമുക്ക് പോരാ, നമുക്ക് കൂടുതൽ സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫോണ്ട് എന്നുള്ളിടത്ത് നമുക്കിത് മാറ്റി കൊടുത്താൽ മതി. ഇപ്പം വെബ്ഡിങ്സ് എന്ന് പറയുന്ന ഫോണ്ടിലാണ് ഈ സിമ്പിൾസ് കാണിക്കുന്നത്. മറ്റേതെങ്കിലും ഫോണ്ടുകളേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ആ ഫോണ്ടിലുള്ള സിമ്പിൾസിനെ ആയിരിക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേത് സിമ്പിളാണോ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത് ആ സിമ്പിളിനെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഇതാണ് നമുക്ക് വേണ്ടത്, ഈ സിമ്പിളാണ് വേണ്ടത്. നമ്മൾ ചൂസ് ചെയ്തു, നമ്മൾ ഓക്കെ എന്ന് പറയുന്നു.
അപ്പോൾ നമ്മുടെ സിമ്പിൾ ലിസ്റ്റിൽ എന്ത് വന്നിട്ടുണ്ടാവും? ആ സിമ്പിൾ കൂടെ വന്നിട്ടുണ്ടാവും. നോക്കൂ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സിമ്പിൾ ലിസ്റ്റിൽ ഈ സിമ്പിൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ന്യൂ ബുള്ളറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ ഒരു സിമ്പിളിനെ നമ്മുടെ ബുള്ളറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഏത് സിമ്പിളാണ് വേണ്ടത്, ബുള്ളറ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ സിമ്പിൾ ചൂസ് ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ബുള്ളറ്റ് നമുക്ക് ഈ സിമ്പിളിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്പറിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്പേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പല ഫോർമാറ്റിലുള്ള നമ്പേഴ്സ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഏത് ഫോർമാറ്റാണോ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പേർഡ് ലിസ്റ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് മൾട്ടി ലെവൽ ലിസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൾട്ടി ലെവൽ, ഇതിപ്പോൾ നമ്മൾ സിംഗിൾ ലെവൽ ലിസ്റ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് അല്ലേ? ഇപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളുടെ പേരാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ കേരളത്തിൻ്റെ താഴെ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ കേരളത്തിലുള്ള കുറച്ച് ജില്ലകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കൊച്ചി എന്ന് പറയുന്ന സ്ഥലം ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് എന്നൊരു സ്ഥലം ടൈപ്പ് ചെയ്തു. ഓക്കെ, അതുപോലെ തമിഴ്നാടിൻ്റെ ഡൗണിൽ നമുക്ക് തമിഴ്നാട്ടിലെ ഏതാനും സ്ഥലങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ തമിഴ്നാടിൻ്റെ താഴെയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഊട്ടി എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ ചെന്നൈ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് ബാംഗ്ലൂർ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൊടക് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാച്ചാൽ ഇപ്പോൾ കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന കൊച്ചി, കോഴിക്കോടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ കൊച്ചി എന്ന് പറയുന്ന ഈ ലൈനിൽ നമ്മൾ കഴ്സർ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഡിക്രീസ് ഇൻഡൻസ് എന്ന് പറയുന്നതും ഇൻക്രീസ് ഇൻഡൻസ് എന്ന് പറയുന്നതും. അപ്പോൾ നമ്മളിവിടെ ഇൻക്രീസ് ഇൻഡൻസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലം കുറച്ച് മൂവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ബുള്ളറ്റും വന്നിട്ടുണ്ട്. അതുപോലെ കോഴിക്കോടിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ ഇൻക്രീസ് ഇൻഡൻസ് പറയാം. അതേപോലെ തമിഴ്നാടിൻ്റെ താഴെയുള്ള സ്ഥലങ്ങൾ ഊട്ടി, അതിനെ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ചെന്നൈ, നമുക്ക് അതിൻ്റെ ഇൻഡൻറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മളത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, നമ്മളിത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കൂ, 1 കേരളത്തിൻ്റെ താഴെ കൊച്ചി, കോഴിക്കോട്, തമിഴ്നാട് ഊട്ടി, ചെന്നൈ, കർണാടക ബാംഗ്ലൂർ, കൊടക്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കൂ, നമുക്ക് ഈ മൾട്ടി ലെവലിലുള്ള ലിസ്റ്റിൽ പല ഫോർമാറ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഈ ഫോർമാറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ 1 എന്നായിരിക്കും ഫസ്റ്റ് ലെവലിന് കൊടുക്കുക, അടുത്ത ലെവലിന് കൊടുക്കുക 1.1, വീണ്ടും ലെവൽ ഉണ്ടെങ്കിൽ 1.1.1 ഈ ലെവലിൽ പോകും. അപ്പോൾ ഇതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ചൂസ് ചെയ്യാം. ഇനി ഇതാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആദ്യത്തെ ലെവൽ 1 കൊടുക്കും, സെക്കൻഡ് ലെവൽ A കൊടുക്കും. ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് പ്രകാരമായിട്ടും പോകുന്നു. നമ്മൾ ഇതാണ് ചൂസ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഫസ്റ്റ് കേരള അല്ലേ? കേരളം 1 ആണ്. പിന്നെന്താ വന്നിരിക്കുന്നത്? 1.1 കൊച്ചി, 1.2 കോഴിക്കോട് അല്ലേ? അതുപോലെ 2 തമിഴ്നാട്, 2.1 ഊട്ടി, 2.2 ചെന്നൈ അല്ലേ? നമുക്കപ്പോൾ നല്ലൊരു മൾട്ടി ലെവൽ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം മൾട്ടി ലെവൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുന്നു, അതിനുശേഷം നമ്മൾ അതിനെ മെയിൻ ഹെഡിങ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നു. അതിന് സബായിട്ട് കൊടുക്കാനുള്ളത് നമ്മൾ ഇൻക്രീസ് ഇൻഡന്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇൻഡന്റ് സ്പേസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇതിൽ ഏത് ടൈപ്പ് ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ ആ ലിസ്റ്റ് നമ്മൾ വന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മളുടെ മൾട്ടി ലെവൽ ലിസ്റ്റിനെ മൈക്രോസോഫ്റ്റ് വേർഡ് കൺവേർട്ട് ചെയ്ത് തരും. മനസ്സിലായല്ലോ? ഇത് നമുക്ക് വലിയ പാരഗ്രാഫുകൾക്കും നമുക്ക് ഇതേപോലെ ലിസ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഈക്വൽ റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കുറച്ച് പാരഗ്രാഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഈ പാരഗ്രാഫിനെ മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എല്ലാ പാരഗ്രാഫിൻ്റെയും ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്പറിങ് കൊടുക്കും. നമുക്ക് 1 2 3 4 5 എന്നിട്ട് നമ്പർ വരും. ഇനി അതല്ല ബുള്ളറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബുള്ളറ്റ്സ് കൊടുക്കാം. മനസ്സിലായല്ലോ? പാരഗ്രാഫുകൾക്കും നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോർട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. സോർട്ട് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ആളുകളുടെ പേര്, നെയിം, അതുപോലെ അവരുടെ ഏജ്, അതുപോലെ
അവരുടെ സാലറി. ഇങ്ങനെ ഒരു 3 കോളമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കുറച്ച് ആളുകളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു. വിനു, അയാളുടെ വയസ്സ് 23, അയാളുടെ സാലറി 20,000 രൂപ. ഓക്കെ, അടുത്ത ആളുടെ പേര് ഞാൻ കൊടുത്തു. ഹരി, അയാളുടെ വയസ്സ് 43 വയസ്സുണ്ട്, അയാളുടെ സാലറി 30,000 രൂപയാണ് അയാളുടെ സാലറി. ഓക്കെ, അടുത്ത നമ്മൾ കൊടുത്ത് സലീം, അദ്ദേഹത്തിൻ്റെ വയസ്സ് 34 വയസ്സാണ്, അയാളുടെ സാലറി 42,000 രൂപയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു 3 പേരുടെ പേരും വയസ്സും സാലറിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കമാൻഡ് സോർട്ട് കമാൻഡാണ്. അതായത് നമ്മളുടെ ടെക്സ്റ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫബറ്റിക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഒരുപാട് ടെക്സ്റ്റ്, നമ്മൾ കുറേ ആളുകളുടെ പേരും വയസ്സും അവരുടെ സാലറി കൊടുത്തിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് പേരിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വിനു, ഹരി, സലീം, ഇത് നമുക്ക് ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലല്ല അല്ലേ, ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലുള്ള ഈ ലിസ്റ്റിലുള്ള ടെക്സ്റ്റ്, അതായത് നെയിമിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തെടുക്കണം. ഓക്കെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബിങ്ങുമാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ നമുക്കിത് സോർട്ട് ചെയ്തെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കും. ഇവിടെ നമ്മൾ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പാരഗ്രാഫ്സ്, ഹെഡിങ്സ്, നെയിംസ് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, നെയിം, അതുപോലെ തന്നെ ഏജ്, സാലറി, നമ്മൾ കൊടുത്ത ഈ കോളത്തിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നെയിമിനെയാണ് സോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം ചൂസ് ചെയ്തു. നെയിം എന്ന് പറയുന്ന ടൈപ്പ്, അതെന്താണ്, നെയിം എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് ആണ് അല്ലേ. നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആണല്ലോ നെയിം, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ടെക്സ്റ്റ് എന്നത് സെലക്ട് ചെയ്തു. ഇനി അതിന് ഏത് ഓർഡറിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, അസെൻഡിങ് ഓർഡറിൽ അല്ലേ. നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു. നമുക്കിവിടെ ദെൻ ബൈ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ നൺ ആക്കി വെച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞു തരാം. അതിനുശേഷം ഇവിടെ നോക്കൂ, മൈ ലിസ്റ്റ് ഹാസ്, എൻ്റെ ലിസ്റ്റിൽ, അതായത് എൻ്റെ ഈ ലിസ്റ്റിൽ ഉണ്ട് എന്താ ഉള്ളത്, ഹെഡർ റോ, നോ ഹെഡർ റോ. ഇവിടെ ഹെഡർ റോ എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ, ഇതിനെ ഹെഡിങ് ആയിട്ട് അവിടെ നിലനിർത്തും. ഇപ്പം നെയിം, ഏജ്, സാലറി എന്ന് പറയുന്നത് ഇതിനെ നെയിം, ഏജ്, സാലറി ഈ ഒരു റോയെ ഹെഡിങ് റോ ആയിട്ട് അവിടെ നിലനിർത്തും. ഇതിനെന്ത് ചെയ്യില്ല, സോർട്ട് ചെയ്യില്ല. ഇതിനെ കൂടെ സോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുക, നെയിം എന്നൊക്കെ പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ പോയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോയിനെ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്, അതിനെ അവിടെ തന്നെ സ്റ്റില്ലായിട്ട് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡർ റോ എന്ന് ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു നോക്കൂ, നമ്മൾ നെയിമിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണത് കാണാൻ പറ്റും. നോക്കൂ, അപ്പോൾ ഹരി, സലീം, വിനു, നേരത്തെ വന്നിരുന്ന വിനു ആയിരുന്നു ഏറ്റവും ടോപ്പിൽ അല്ലേ. അപ്പോൾ വിനു താഴോട്ട് പോയി. മനസ്സിലായോ? ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഇത് നോക്കൂ, ഞാനൊന്ന് അൺഡു ചെയ്യുകയാണ്. ഇങ്ങനെയായിരുന്നു ഇതുണ്ടായത്, വിനു, ഹരി, സലീം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ നോക്കാം, നമുക്ക് ഏജിനെ വെച്ചിട്ടാണ് നമുക്ക് സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഏജ് എന്ന് പറയുന്ന നമ്പറായിട്ട് വരുന്ന ഫീൽഡിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു, നമുക്ക് ഏജ്, നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് ബൈ എന്നുള്ളിടത്ത് നമ്മൾ ഏജ് എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഏജിനെ നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി നമ്പർ എന്ന ടൈപ്പിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ് ആണുള്ളത്, അതിൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വയസ്സ് കുറഞ്ഞ ആളുകൾ ആദ്യം വരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അസെൻഡിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലിസ്റ്റിൽ നോക്കാം, നമുക്കിവിടെ വിനു, ഹരി, വിനു, രണ്ട് വിനുമാരുണ്ട് അല്ലേ. അതിൽ നമുക്ക് 29 വയസ്സ്, 50 വയസ്സ്, 23 വയസ്സ്. നമ്മൾ ഏത് ഇതിനെ വെച്ചിട്ടാണ് സോർട്ട് ചെയ്യുന്നത്, ഏജ് എന്ന് പറയുന്ന കുളത്തിൽ വെച്ചിട്ട്. ഏജിനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വയസ്സ് കുറഞ്ഞ ആളുകൾ ആദ്യം. അപ്പോൾ ആദ്യം വരിക ആരായിരിക്കും, ഈ വിനു ആയിരിക്കും വരിക. രണ്ടാമത് വരുന്നത് ഈ വിനു, പിന്നീട് വരുന്നത് ഹരി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ഹെഡർ റോ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ നെയിം, ഏജ്, സാലറി എന്ന് പറയുന്ന ആ കോളം മിസ്സാവില്ല. അതുകൊണ്ട് നമുക്ക് ഓക്കെ എന്ന് പറയാം. ഓക്കെ, നോക്കൂ, നമുക്ക് വിനു, അതുപോലെ 23 വയസ്സുള്ള വിനു ആദ്യം വന്നു അല്ലേ. അടുത്തത് 29 വയസ്സുള്ള ആൾ വന്നു, പിന്നെ 50 വയസ്സുള്ള ആൾ വന്നു. ഓക്കെ, ഇത് നമ്മളിവിടെ ദെൻ ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കണ്ടിരുന്നു അല്ലേ. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഇതൊന്ന് ഞാൻ അൺഡു ചെയ്യുവാണ്. ഓക്കെ, വിനു, ഹരി, വിനു,
നമ്മൾ then by എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നോക്കൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വിനു എന്ന് പറയുന്ന ആൾക്കാർ 2 വിനു ഉണ്ട് അല്ലേ. ഒരു വിനുവിൻ്റെ വയസ്സ് എത്രയാ? 29. മറ്റു വിനുവിൻ്റെ 23. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ നെയിം എന്ന് പറയുന്ന ഫീൽഡിനെ നമ്മൾ സോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നെയിം എന്ന് പറയുന്ന ഫീൽഡിനെ നമ്മൾക്കിപ്പോൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തു, നമ്മൾ നെയിം എന്ന് പറയുന്ന ഫീൽഡിനെ നമ്മൾ സെലക്ട് ചെയ്തു, അതിന് ടെക്സ്റ്റ് വന്നു, അസെൻഡിങ് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അപ്പോൾ നോക്കൂ, നമുക്ക് ഹരി, വിനു എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏത് വിനോ ആദ്യം വന്നത്? ഇപ്പോൾ 29 വയസ്സുള്ള വിനോ വന്നത് അല്ലേ. വയസ്സ് കൂടിയ വിനോ വന്നത് അല്ലേ. വയസ്സ് കുറഞ്ഞ വിനു പിന്നെയാണ് വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ, അതായത് ഒരേപോലുള്ള റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ സോർട്ട് ചെയ്യുന്ന ഫീൽഡിൽ ഒരേപോലുള്ള റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആദ്യം ആര് വരണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ then by എന്നൊരു ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ then by എന്നുള്ളതിൽ രണ്ടാമത്തെ ഫീൽഡിനെ എടുത്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് നമ്മൾ പറയുകയാണ്, ഒരേപോലുള്ള റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ വയസ്സ് കുറഞ്ഞ ആളാണ് ആദ്യം വരേണ്ടത്. അതായത് ഒരേപോലുള്ള പേരുണ്ടെങ്കിൽ അതിൽ ആദ്യം വരേണ്ട പേര് ഏതാണ്? വയസ്സ് കുറഞ്ഞ ആളുടെ പേരാണ് വരേണ്ടത്. ഓക്കെ, ഒരു ഓപ്ഷനാണ്, ഒരു കണ്ടീഷനാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സോർട്ട് പറയുക. ആദ്യം നമ്മൾ നെയിം എടുത്തു, ടെക്സ്റ്റ് വന്നു, അസെൻഡിങ് പറഞ്ഞു, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇനി അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരേപോലുള്ള പേരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? then by എന്ന ഓപ്ഷൻ എടുക്കുക. നമ്മൾ പറയുകയാണ് ഏജ്, അത് ഏജ് എന്തായിരിക്കണം? കുറഞ്ഞ ആള്, അസെൻഡിങ് ഓർഡറിൽ കുറഞ്ഞ ആൾ ആദ്യം വരണം എന്ന് പറഞ്ഞു. ഇനി കൂടിയ ആളാണ് ആദ്യം വരേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യുക? ഡിസെൻഡിങ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കുറഞ്ഞ ആളാണ് വരേണ്ടത്. ഓക്കെ, കുറഞ്ഞ ആൾ വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ നെയിം എന്ത് ചെയ്യും? അസെൻഡിങ് ഓർഡറിൽ നെയിമിനെ അറേഞ്ച് ചെയ്യും. ഹരി എന്ന പേര് ആദ്യം വരും, പിന്നെ വിനുമാരാണ് വരാനുള്ളത്. ഇതിൽ ഏത് വിനു വരണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? then by എന്താ പറഞ്ഞിരിക്കുന്നത്? ഏജ് അസെൻഡിങ് ഓർഡറിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയസ്സ് കുറഞ്ഞ വിനു ഉണ്ടല്ലോ, ഈ വിനു ആയിരിക്കും മേലെ വരുന്നത്. നോക്കൂ, ഓക്കെ എന്ന് പറഞ്ഞു നോക്കാം. കണ്ടോ, നമുക്ക് വിനു വന്നു. 23 വയസ്സുള്ള വിനുവാണ് ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 29 വയസ്സുള്ള വിനു. അപ്പോൾ ഇത് ഒരുപോലെ, അതായത് നമ്മൾ സോർട്ട് ചെയ്യുന്ന ഫീൽഡിൽ, ആ കോളത്തിൽ ഒരുപോലെയുള്ള റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്തൊരു ഫീൽഡ് അല്ലെങ്കിൽ അടുത്തൊരു കോളത്തിനെയും കൂടെ വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. ഓക്കെ, then by എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു കണ്ടീഷനും കൂടെ കൊടുക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ സോർട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ്. നമ്മളൊരു ടെക്സ്റ്റ്, നമ്മളൊരു ലിസ്റ്റ് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോർട്ട് എന്നുള്ള കമാൻഡ് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് പാരഗ്രാഫ് മാർക്ക് ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ അത് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് പാരഗ്രാഫ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കൂ, നമ്മൾ പാരഗ്രാഫ് അടിച്ചത്, അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള കീകളൊക്കെ യൂസ് ചെയ്തത് നമുക്കറിയാൻ പറ്റും. നമുക്ക് ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ടാബ് യൂസ് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ടാബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏജ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം 1 പ്രാവശ്യം ടാബ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാലറി കണ്ടോ, ഇവിടെ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ നമുക്ക് എൻ്റർ മാർക്ക് മീൻസ് പാരഗ്രാഫ് മാർക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് പാരഗ്രാഫ് എവിടെയൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കുറേ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ദെൻ ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ നോക്കൂ, അടുത്ത പാരഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഓരോ പാരഗ്രാഫ് എവിടേക്ക് ഉണ്ടോ ആ പാരഗ്രാഫിനൊക്കെ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു മാർക്കർ, പാരഗ്രാഫ് മാർക്കർ വരും. അതേപോലെ തന്നെ നമ്മൾ അവിടെ ടാബ് ഇങ്ങനെയുള്ള കീ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്കർ നമുക്കവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത് നമ്മൾ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്തത്? നമ്മൾ ഇവിടെ ഷോ ഓർ ഹൈഡ് പാരഗ്രാഫ് മാർക്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അത് നമുക്ക് ഓഫ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആവും. ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഓൺ ചെയ്യാം. ഓക്കെ, ഓഫ് ഓർ ഓൺ ഈ ബട്ടൺ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പാരഗ്രാഫ് മാർക്കർ കൊണ്ടുവരാനുള്ള കമാൻഡാണ് ഇത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത്, ഇവിടെ നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈക്രോസോഫ്റ്റ് വേർഡ് ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് വേണ്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്കിവിടെ ഓരോ സ്റ്റൈലുകൾ എടുത്താൽ നോർമൽ എന്ന് പറയുന്ന സ്റ്റൈൽ 1,
അതുപോലെ നോ സ്പേസ് സ്റ്റൈല്, ഹെഡിങ് 1, ഹെഡിങ് 2 എന്ന് പറയുന്ന ഒരുപാട് സ്റ്റൈലുകളുണ്ട്. ഈ സ്റ്റൈലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡോക്യുമെന്റിലെ ടെക്സ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റൈലുകളുടെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ചില സ്റ്റൈലുകൾക്ക് കളർ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ ബോൾഡ് ഫോണ്ട് ആയിരിക്കും, ഇറ്റാലിക്സ് ഫോണ്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഫോണ്ടുകളിൽ വ്യത്യാസം ഉണ്ടാവും, കളറിൽ വ്യത്യാസം ഉണ്ടാവും, അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഓരോ സെറ്റിങ്സ് വെച്ചുകൊണ്ട് ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പാരഗ്രാഫിൽ ഇതിൽ ഏതെങ്കിലും സ്റ്റൈല് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ പാരഗ്രാഫിനെ വിളിക്കുകയാണ്, റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കുറച്ച് ടെക്സ്റ്റ് കൊണ്ടു. ഞാൻ ഈ പാരഗ്രാഫിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ സ്റ്റൈൽ 1, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റൈല്, അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റൈല്. നോക്കൂ, ഇവിടെ ഈ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ എടുത്തപ്പോൾ തന്നെ നോക്കൂ, അതിന്റെ തീം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കളർ തന്നെ ചേഞ്ച് ആയി അല്ലേ. അതേപോലെ ഹെഡിങ് 2 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റൈലായിരിക്കും വരുന്നത്. ഹെഡിങ് 3 ആണെങ്കിൽ ഒരു ബോൾഡ് സ്റ്റൈലാണ് വരുന്നത് കേട്ടോ. ഇത് ഓൾറെഡി മൈക്രോസോഫ്റ്റ് വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈൽ ലിസ്റ്റിൽ ഏത് സ്റ്റൈലാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരുപാട് സ്റ്റൈലുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റൈലാണോ നമുക്ക് ആവശ്യം ആ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ് ആ സ്റ്റൈലിലേക്ക് അപ്ലൈ ചെയ്യപ്പെടും. ഓക്കെ, നമുക്ക് ഈ സ്റ്റൈല് ഒഴിവാക്കണം എങ്കിൽ നമുക്ക് ഇവിടെ ഈ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മോർ എന്ന് പറയുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബിങ്ങുമാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പ്. ഇവിടെ നമുക്ക് ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റൈലാണോ നമ്മൾ ചൂസ് ചെയ്ത് ആ സ്റ്റൈലൊക്കെ പോയി സാധാരണ ടെക്സ്റ്റായിട്ട് നമ്മളെ ആ പാരഗ്രാഫ് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സ്റ്റൈൽ ചൂസ് ചെയ്താലും ആ സ്റ്റൈലിൽ നിന്നും നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ പഴയ സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ മോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയുക ക്ലിയർ ഫോർമാറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റിനെ പഴയ ഫോർമാറ്റിലേക്ക് തന്നെ മാറ്റിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് പാരഗ്രാഫായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ നമുക്കൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്കൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റൈൽ 1 ഇതുപോലുള്ള ഒരു സ്റ്റൈൽ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റൈൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് ഫോണ്ട് കളർ വേണ്ടത് റെഡ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഫോണ്ട് വേണ്ടത് നമുക്ക് ഏരിയൽ എന്ന് പറയുന്ന ഒരു ഫോണ്ട്, ഏരിയൽ ബ്ലാക്ക് ആണ് വേണ്ടത്. ഓക്കെ, അതേപോലെ അലൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു ജസ്റ്റിഫൈ എന്നുള്ള അലൈൻമെൻറ്റിൽ ടെക്സ്റ്റ് വരണം. ഓക്കെ, അതുപോലെ സൈസ് നമുക്ക് വേണ്ടത് നമ്മൾ സൈസ് പറയുന്നത് 12 സൈസ് വരണം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ സ്റ്റൈല് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്റ്റൈലിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ മോർ എന്ന് പറയുന്ന സ്റ്റൈലിൽ നമ്മൾ മോർ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, നമുക്കിവിടെ ക്രിയേറ്റ് എ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്റ്റൈലിൻ്റെ പേരെന്താ വേണ്ടിച്ച് കൊടുക്കാം. നമ്മൾ പറയണത് BCC1 എന്നാണ് നമ്മൾ സ്റ്റൈലിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് പറയാം, ഓക്കെ എന്ന് പറയാം. ഓക്കെ, നോക്കൂ, നമുക്ക് സ്റ്റൈൽ ലിസ്റ്റിൽ നോക്കൂ BCC1 എന്നുള്ള സ്റ്റൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പാരഗ്രാഫിന് ആ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് BCC1 സെലക്ട് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ സ്റ്റൈൽ ഒഴിവാക്കണമെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞ ആ ടെക്സ്റ്റ് ആ സ്റ്റൈൽ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് സാധാരണ ആ പാരഗ്രാഫായിട്ട് അത് മാറും. ഓക്കെ, നമ്മളെ സ്റ്റൈൽ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ സ്റ്റൈൽ നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റൈലിൽ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോപ്പപ്പ് വിൻഡോ വരും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ റിമൂവ് ഫ്രം സ്റ്റൈൽ ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ അവിടെ നിന്ന് ഡിസപ്പിയർ ആവും, റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ ക്രിയേറ്റ് സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റൈലിലേക്ക് വേണ്ട ഫോർമാറ്റ് ആ പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ആ പാരഗ്രാഫിന് കൊടുക്കണം അല്ലേ. എന്നിട്ടാണ് നമ്മൾ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഫൈൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ സെക്ഷനിൽ നമ്മൾ വരണ ആദ്യത്തെ കമാൻഡാണ് ഫൈൻഡ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ടെക്സ്റ്റ് ഓർ അതർ കണ്ടന്റ്സ് ഇൻ ദ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിൽ നമ്മൾ ഒരു ടെക്സ്റ്റ്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻഡ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫൈൻഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നാവിഗേഷൻ വിൻഡോ വരും. ഇവിടെ നമുക്ക് ഏത് വേർഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആൻഡ് എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. കണ്ടോ, നമുക്ക് റിസൾട്ട്സ് എന്ന് പറയുന്നത് കാണിക്കുന്നത് 9 റിസൾട്ട്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. കണ്ടോ, അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന വേർഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്കൊരു ഷെയ്ഡ് കൊടുത്തുകൊണ്ട് നമുക്ക് കാണിച്ചു തരും മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയ്ഡിങ് ഒക്കെ അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും. ഇനി ഇവിടെ നമുക്ക് ഫൈൻഡിൻ്റെ കൂടെ നമുക്കൊരു കമാൻഡ് കൂടെ വരുന്നുണ്ട്, ഗോ ടു എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്. ഇവിടെ ഗോ ടു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ നമ്മളുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കേഴ്സറിനെ മൂവ് ചെയ്യിക്കുക വളരെ ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒരു 10 പേജ് 20 പേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1ാമത്തെ പേജിൽ നിന്ന് ഒരു 7ാമത്തെ പേജിലേക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എത്രാമത്തെ പേജിലേക്കാണോ നമ്മൾക്ക് പോകേണ്ടത് ആ പേജിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്രാമത്തെ ലൈനിലേക്കാണ് പോകേണ്ടത് ആ ലൈനിൻ്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് 10ാമത്തെ ലൈനിലേക്ക് പോകണം. നമ്മൾ 10 എന്ന് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഗോ ടു എന്ന് പറയാം. നോക്കുക, അപ്പോൾ നമ്മൾ 10th ലൈനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കഴ്സർ 10ാമത്തെ ലൈനിൽ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 1ാമത്തെ ലൈനിലേക്ക് പോകണമെങ്കിലോ 1 എന്ന് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഗോ ടു എന്ന് പറയാം. അപ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ലൈനിലേക്ക് വന്നു. ഓക്കെ, അതേപോലെ ബുക്ക് മാർക്ക്, കമൻറ്റ്, ഫുട് നോട്ട് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബുക്ക് മാർക്ക്, ഒരു പ്രത്യേക ബുക്ക് മാർക്കിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. ബുക്ക് മാർക്കിൻ്റെ പേര് ടൈപ്പ് ചെയ്യാൻ പറയും. ഗോ ടു എന്ന് പറഞ്ഞാൽ ആ ബുക്ക് മാർക്കിലേക്ക് നമ്മൾ കഴ്സർ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അത്രയും കാര്യങ്ങൾ കമൻറ്റ്, ഫുട് നോട്ട് ഇതൊക്കെ നമ്മൾ വരും ടാബുകളിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള കമൻറ്റിലേക്ക്, ഫുട് നോട്ടിലേക്ക്, എൻഡ് നോട്ടിലേക്കൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ കഴ്സറിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗോ ടു എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് റീപ്ലേസ് കമാൻഡ്. റീപ്ലേസ് കമാൻഡ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വേർഡ് മറ്റൊരു വേർഡായിട്ട് മാറ്റണം. നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള ഒരു വേർഡിനെ നമുക്ക് മറ്റൊരു വേർഡായിട്ട് മാറ്റണം. ഓക്കെ, അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് ആൻഡ്, ആൻഡ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് ആംപർസൻഡ് സിമ്പിളാക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താണ് വേണ്ടത്, ആൻഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി റീപ്ലേസ് വിത്ത്, ആൻഡിന് പകരം നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ആൻഡിൻ്റെ സിമ്പിളാണ് വേണ്ടത്. ഈ സിമ്പിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു നോക്കൂ. ആദ്യത്തെ ആൻഡ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, റീപ്ലേസ് എന്ന് പറയാം. നമുക്ക് ആ ആൻഡിനെ ആംപർസൻഡ് സിമ്പിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അടുത്ത ഫൈൻഡ് വന്നിട്ടുണ്ട്, ആൻഡ് വന്നിട്ടുണ്ട്. അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട, അത് നമുക്ക് ഇതുപോലെ തന്നെ ആൻഡി ആയിട്ട് തന്നെ നിർത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ആൻഡിനെ മാറ്റിയിട്ടില്ല. റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത് റീപ്ലേസ് എന്ന് പറയാം. കണ്ടോ, ഈ ആൻഡിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അതല്ല നമ്മുടെ ഡോക്യുമെൻറ്റിലെ എല്ലാ ആൻഡിനെയും ആംപർസൻഡ് സിമ്പിളാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, റീപ്ലേസ് ഓൾ എന്ന് പറയാം. അപ്പോൾ നോക്കൂ, എവിടെയൊക്കെ ഉണ്ടോ ആൻഡ് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയിട്ടുണ്ടാവും. നമ്മളോട് പറഞ്ഞു ഓൾ ഡൺ, വി മെയ്ഡ് 7 റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ 7 ആൻഡ് ഉണ്ടായിരുന്നു. ആ 7 ആൻഡിനെ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. മനസ്സിലായല്ലോ. ഇനി നമുക്കിപ്പോൾ ആംപർസൻഡ് സിമ്പിളിനൊക്കെ ആൻഡ് ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക, ഫൈൻഡ് വാട്ട് എന്ന പ്രവർത്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആംപർസൻഡ് സിമ്പിൾ കൊടുത്തു. ഇനി അതിന് എന്തായിട്ടാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, ആൻഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആംപർസൻഡ് സിമ്പിളും എന്തായിട്ട് മാറും, നമ്മുടെ ആൻഡ് എന്ന് പറയുന്ന വേർഡായിട്ട് മാറും. മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കമാൻഡാണ്. അപ്പോൾ നമുക്കിവിടെ റീപ്ലേസ് എന്ന കമാൻഡ് എടുത്താൽ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഗോ ടു ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തതായി നമ്മൾ പറയുന്നത് സെലക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യാനും അതുപോലെ ഇതിലുള്ള വല്ല ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള കമാൻഡാണ് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ഓൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ സംഭവങ്ങളും സെലക്ട് ചെയ്യപ്പെടും. ഓക്കെ, അതിൽ ടെക്സ്റ്റ് ഉണ്ടായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഇമേജുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജുകൾ, ബോക്സ് വരച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്റ്റിൽ വന്നിട്ട് സെലക്ട് ഓൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിലെ മൊത്തം കാര്യങ്ങളെ സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയാത്തൊരു കമാൻഡാണ് ഇൻസേർട്ട് ടാബിലുള്ള ഒരു കമാൻഡ്. ഞാൻ ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുൻകൂട്ടി പഠിപ്പിക്കുകയാണ്. ഇൻസേർട്ടിൽ നമുക്ക് ഷേപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്.
ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഷേപ്പുകൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ 1-2 ഷേപ്പുകൾ അവിടെ വരയ്ക്കാം. എനിക്ക് സെലക്ട് ഓൾ കമാൻഡ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ലൈൻ വരച്ചു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുക. ഒരു ആരോ മാർക്ക് വരച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ഹോം ടാബിൽ വന്നു. ഇനി ഞാൻ സെലക്റ്റിലെ ഞാനിവിടെ പറയാൻ പോകുന്നത് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് പറയുന്നത്. സെലക്ട് ഒബ്ജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിലുള്ള ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാം. നോക്കൂ, ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ, ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തു, ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ. ഓരോ ഒബ്ജക്റ്റുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റുകളെ മാത്രമാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം, സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇനി നമുക്ക് ടെക്സ്റ്റിനെയും കൂടെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ സെലക്ട് ഒബ്ജക്റ്റുള്ള ഓപ്ഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. നമുക്ക് നമ്മൾ സെലക്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സെലക്ട് ഒബ്ജക്റ്റ് ആണ്. അതിനെ എന്ത് ചെയ്യണം, ഡിസേബിൾ ആക്കണം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഡിസേബിൾ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. മനസ്സിലായല്ലോ. നമ്മൾ സെലക്ട് ഓൾ എന്ന് പറയുന്ന സമയത്ത് സംഭവിക്കുന്ന കണ്ടോ നിങ്ങൾ, സെലക്ട് ഓൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സെലക്ട് ചെയ്യുന്നത്, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെലക്റ്റും സെലക്ട് ഓളും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതേപോലെ തന്നെ നമുക്കൊരു ഓപ്ഷൻ കൂടെ തരുന്നുണ്ട്, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലിയർ ഫോർമാറ്റിംഗ്. അതായത് ഒരേ ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഞാൻ ഓരോ ഒബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനെ ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈലിലേക്ക് മാറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഈ പാരഗ്രാഫിനെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ ഹെഡിങ് 1 എന്ന സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ സെലക്ട് എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നു സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലിയർ ഫോർമാറ്റിംഗ്. ഒരുപോലെയുള്ള ഫോർമാറ്റിലുള്ള ടെക്സ്റ്റിനെ മാത്രം സെലക്ട് ചെയ്യാൻ. ഓക്കെ, ചൂസ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഒരുപോലുള്ള ഫോർമാറ്റിംഗ് ഇതാ ഈ 2 പാരഗ്രാഫിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഹെഡിങ് 1 എന്ന് പറയുന്ന ലെവലിൽ ടെക്സ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആ 2 പാരഗ്രാഫ് മാത്രം സെലക്ട് ചെയ്യപ്പെട്ടു. ഇവിടെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ, ഇത് സിമിലിയർ ഫോർമാറ്റ് അല്ല. മനസ്സിലായില്ലേ. അപ്പോൾ സിമിലിയർ ഫോർമാറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളെ സെലക്ട് ചെയ്യാനാണ് നമ്മളെ സെലക്റ്റിൽ നമുക്ക് സെലക്ട് സിമിലിയർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ സെലക്ഷൻ പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ്റെ പാൻ ഇവിടെ അവൈലബിൾ ആവും. നമുക്ക് ഷോ ഓൾ, അതേപോലെ ഹൈഡ് ഓൾ എന്നൊക്കെയുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോം ടാബിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക. സംശയങ്ങളുള്ളത് വീണ്ടും വീണ്ടും വീഡിയോ കണ്ടുകൊണ്ട് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വളരെ വ്യക്തമായി മനസ്സിലായി, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലിനെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ നിലനിൽപ്പ്. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമായിരിക്കും പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഈ ചാനലിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബിങ്ങുമാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പ്. BCC സ്കിൽ സ്റ്റോറിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു മൊഡ്യൂളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.